തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളുടെ കൈകാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിക്കുമത്രേ. നരകത്തിലേക്ക് അവരെ വലിച്ചെറിയാൻ വേണ്ടി സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവരുടെ കൈകാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിക്കുകയാണ്. അവരെ നരകത്തിന്റെ സൈഡിൽ കൊണ്ടുവന്ന് തള്ളിയിടാൻ വേണ്ടി നിർത്തുമ്പോ ഫയഖറഉ സബിയ്യും മിൻ സിബിയാനിഹിം ഫിൽ കുത്താബ്, അവരുടെ മക്കൾ, അവരുടെ തലമുറയിൽ പെട്ടതാകുന്ന കുട്ടികൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആ ചെറിയതാകുന്ന മക്കൾ മദ്രസയിലിരുന്നു കൊണ്ട് പാരായണം ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഖുർആനിലെ ആദ്യ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോ ഫയസ്മഉഹു അല്ലാഹു തആല, ആ കുട്ടികളുടെ പാരായണം ഇതാ അല്ലാഹു കേൾക്കുകയാണ്. ഫയർഫഉ അൻഹുമുൽ അദാബ 40 സനത, 40 വർഷത്തേക്ക് 40 സംവത്സരങ്ങളിലേക്ക് നരകത്തിന്റെ ശിക്ഷയേകപ്പെട്ടതായ ആളുകളുടെ ശിക്ഷയെ അല്ലാഹു മാറ്റിക്കളയുമേ അവരുടെ കുട്ടികളുടെ ഫാത്തിഹ സൂറത്തിന്റെ പാരായണം കൊണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ തമാശയാക്കല്ലേ, അവർ നിസാരരാണെന്ന് കാണരുതേ ചെറുപ്പക്കാരാ. അവരെ നിങ്ങൾ തഴയരുതേ, കളിയാക്കരുതേ. ഫയഖറഉ സബിയ്യും മിൻ സിബിയാനിഹിം ഫിൽ കുത്താബ്. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അൻവാറു തൻസീൽ വ അസ്റാറു തഅ്വീൽ എന്ന തഫ്സീർ ബൈളാവിയുടെ മുഖദ്ദിമയിൽ ഫാത്തിഹ സൂറത്തിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്നിടത്ത് ഈ മനോഹരമായ ഹദീസ് നിങ്ങൾക്ക് കാണാം. മദ്രസയിലിരുന്നു കൊണ്ട് കുട്ടികൾ പാരായണം ചെയ്യുന്ന ഫാത്തിഹ സൂറത്തിന്റെ മഹത്വം കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിർബന്ധമായ ആളുകളാണ്, കൈകാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചതായ ആളുകളാണ്, നരകം നിർബന്ധമായ ആളുകളാണ്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമത്രേ. 40 സനത, കേവലം ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് 40 കൊല്ലത്തേക്ക് ശിക്ഷ മാറ്റിവെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മദ്രസയിലെ കുട്ടികളുടെ ഫാത്തിഹ, നമ്മൾ രാവിലെ മദ്രസ തുടങ്ങുമ്പോൾ ഒരു ഫാത്തിഹ ഓതും. നമ്മളൊക്കെ അതിങ്ങനെ കേൾക്കുമ്പോൾ ഓർക്കുക ഇതിപ്പോൾ എന്താ ഒരു കാര്യമില്ല എന്ന് ഓർക്കും. മദ്രസ കുട്ടികളെ പലപ്പോഴും അവഗണിക്കാറാണ്. അവരുടെ ഓതലുകൾ അവരുടെ ഒന്നും വലിയ സംഭവമൊന്നും അല്ല എന്നൊരു ധാരണ പൊതുധാരണയുണ്ട്. എന്നാൽ ഹദീസിൽ പറയുന്നു ഫയഖറഉ സബിയ്യും മിൻ സിബിയാനിഹിം ഫിൽ കുത്താബ്, മദ്രസയിൽ വെച്ചുകൊണ്ട് ചെറിയ മക്കൾ ഓതുന്ന ഫാത്തിഹ അള്ളാഹു കേട്ടിട്ട് അവരുടേതാകുന്ന പിതാക്കളുടെ, അവരുടെ ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെയൊക്കെ ശിക്ഷ നരകത്തിൽ നിന്ന് അള്ളാഹു മാറ്റിവെക്കുമെന്ന് സ്വഹീഹായ ഹദീസ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സാധാരണ ഉസ്താദുമാരൊക്കെ കോളേജുകളിൽ ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി ഓതുന്നതാകുന്ന കിതാബാണ് ബൈളാവി, തഫ്സീർ ബൈളാവി. അൻവാറു തൻസീൽ വ അസ്റാറു തഅ്വീൽ എന്നാണ് ആ കിതാബിൻ്റെ പേര്. അതിൻ്റെ ആമുഖത്തിലാണ് ഞാൻ ഈ പറഞ്ഞ ഹദീസുള്ളത്. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു എന്ന നബി തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാകുന്ന സ്വഹാബിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞത്, അപ്പോൾ നാവിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ. ചെറിയ കാര്യമല്ല. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, കുന്തു ബുഇത്തു മുഅല്ലിമാ, ഈ ദുനിയാവിലേക്ക് അല്ലാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് അധ്യാപകനായിട്ടാണ്, മുഅല്ലിമായിട്ടാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മദ്രസയിലെ മുഅല്ലിം ഇപ്പം ഏകദേശം 9 കൊല്ലത്തോളായിട്ട് നമുക്ക് സേവനം ചെയ്യാൻ സദർ ഉസ്താദ് കുഞ്ഞഹമ്മദ് ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പരിസര മഹല്ലുകളിലുള്ളതാകുന്ന മുഅല്ലിമീങ്ങൾ, മദ്രസയിലെ മുഅല്ലിമീങ്ങൾ 8ഓളം ഉസ്താദുമാർ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവനം ചെയ്യുന്നവരുണ്ട് നജ്മുൽ ഹുദയിൽ. എന്നാൽ ഇതേപോലെ മറ്റു മദ്രസകളിലൊക്കെ സേവനം ചെയ്യുന്ന മുഅല്ലിമീങ്ങൾ പഠിച്ചു വെച്ചോ, അവർക്കും ഏറ്റവും വലിയ സ്ഥാനമാണത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയത് കുന്തു ബുഇസ്തു മുഅല്ലിമ,
എന്നെ അള്ളാഹു ദുനിയാവിലേക്ക് നിയോഗിച്ചത് അധ്യാപകനായിട്ടാണ്, മുഅല്ലിമായിട്ടാണ് എന്ന് അതേ പദപ്രയോഗം വെച്ചുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നവർക്കാണ് നമ്മളെന്ത് പറയുക? മുഅല്ലിം എന്ന് പറയുക. അധ്യാപകൻ എന്നതിന് മലയാളത്തിൽ നമുക്ക് അർത്ഥം വെക്കാം. ഈ മുഅല്ലിം എന്ന് പറയുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന തസ്തികയാണ് ആര് സ്വന്തത്തിലേക്ക് ചേർത്തി വെച്ചത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കണം, ഇത് ചെറിയ വിഷയമല്ല. കാരണം ദീൻ മക്കളിലേക്ക് കൊടുക്കാൻ ഏറ്റവും ഉപയുക്തമാകുന്ന ആദ്യ കലാലയമാണ് മദ്രസ. ഇവിടുന്നാണ് തുടങ്ങുക. അതിനു മുമ്പ് ഉമ്മയുടെ അടുക്കൽ നിന്ന് തുടങ്ങും. അല്ലുമ്മു മദ്റസതൂൻ ഇദാ അഅദതഹാ അഅദത ശഅബൻ ത്വയ്യിബൽ അറാഖി. മാതാവിൻ്റെ മടിത്തട്ടെന്ന മനോഹരമായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മക്കളിതാ വിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെ ആദ്യ പാഠങ്ങൾ തുടങ്ങുകയാണ്. അതുകൊണ്ടല്ലേ ഫതുഹുൽ മുഈനിലടക്കം ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് സൈനത്തുൽ മഖ്ദൂം രണ്ടാമൻ ലോകരെ പഠിപ്പിക്കുകയാണ്. അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. കുട്ടികൾക്ക് വകതിരിവെത്തുമ്പോൾ ആദ്യമായി മാതാപിതാക്കളുടെ മേലുള്ള കടമ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തലാണ്. നമുക്കൊരു പ്രവാചകരുണ്ടായിരുന്നു. ആ പ്രവാചകരുടെ പേര് മുഹമ്മദ് എന്നാണ്. മക്കയിൽ